കേരള സർവകലാശാലയിലേക്ക് SFI മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടക്കുന്നത്. റിസ്വാൻ ഹുസൈനിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. റിസ്വാൻ, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം? ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFIയുടെ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. വിവിധ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. കേരള സർവകലാശാലയിലെ വനിതാ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ നേടുന്ന താമസ സൗകര്യം എത്ര അടിയന്തരമായി പരിഹരിക്കണം. LLB പരീക്ഷ മൂല്യനിർണ്ണയത്തിൽ സുതാര്യത ഉറപ്പാക്കണം. FUGP ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷാ ഫലം അടിയന്തരമായി പ്രഖ്യാപിക്കണം. റീവാലുവേഷൻ ഫീസ് കുറയ്ക്കണം. അതുപോലെ തന്നെ റീവാലുവേഷന് 10% അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയാൽ ഫീസ് തിരിച്ചു നൽകണം. സപ്ലിമെന്ററി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി മുഴുവൻ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം. അങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFIയുടെ സർവകലാശാല ആസ്ഥാനത്തേക്ക്. LLB വിദ്യാർത്ഥികളാണോ ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്നത്? അതുപോലെ തന്നെ പോലീസ് ജലപീരങ്കിയൊക്കെ ഉപയോഗിക്കുന്നതായി കാണുന്നു. പ്രതിഷേധം സംഘർഷഭരിതമാണോ? ആരതി ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് വെച്ച് മറച്ചിരുന്നു. ആദ്യം തന്നെ ഈ തടഞ്ഞിരുന്നു ഈ പോലീസ്. പക്ഷേ ബാരിക്കേഡിനെ മറികടന്നുകൊണ്ട് ഇടയിൽ ഗേറ്റ് ഒരു ഭാഗികമായി തുറന്നിരുന്നു. അത് പ്രയോജനപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ ഒറ്റയടിക്ക് മുന്നോട്ട് വരികയും ഈ ഗേറ്റിനുള്ളിലൂടെ വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറുകയുമായിരുന്നു. ഇതിനിടയിൽ 3 തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ പോലീസ് വിദ്യാർത്ഥികൾ, LLB വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് പ്രധാന കവാടത്തിന്റെ ഭാഗത്തേക്ക് എത്തി അവിടെ ഇപ്പോൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിലവിൽ ഈ ഗേറ്റ് അടച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് നിലവിൽ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. നേരത്തെ പുറത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അതുണ്ടാകുന്നുണ്ടോ? ആ വിവരങ്ങൾ നിലവിൽ യാതൊരുവിധ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സമവായത്തിനോ അധികൃതർ തയ്യാറായിട്ടില്ല. നമുക്ക് കാണാം ഈ പോലീസും യാതൊരുവിധ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല. നേരത്തെ ബാരിക്കേഡ് വെച്ച് മറച്ചിരുന്നെങ്കിലും നിലവിൽ ഉള്ളിൽ കയറിയതിന് ശേഷവും അക്രമാസക്തമാവുന്ന രീതിയിൽ ഇപ്പോൾ സമരത്തേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല നിലവിൽ. എന്നാലും അവർ മാറി നിൽക്കുകയാണ്. പക്ഷേ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സമരവുമായി ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരി, റിസ്വാൻ ഹുസൈനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.